ഹലോ. ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത് സർജറി ക്യാൻസലാന്നുള്ള കാര്യം. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ CSSDയിലോട്ട് വന്നു. CSSDയിൽ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു ക്ലിനിക്കാണ്, ഹോസ്പിറ്റൽ, വലിയ മൾട്ടി സ്പെഷ്യാലിറ്റിയോ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSSD ടെക്നീഷ്യനും നേഴ്സും ബാക്കിയുള്ള ടെക്നീഷ്യൻസും എന്തൊക്കെയോ ഉണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ വർക്ക് ചെയ്തത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ CSSD പണികളൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നിപ്പം ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോവ്സൊക്കെ ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ ഫീൽഡിൽ നമ്മൾ ഇപ്പം വൂണ്ട് ക്ലീനിങ്ങിനും IV ഇടാനൊക്കെ ആൽക്കഹോൾ സ്വാബിനും വകരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണത്. അത് മടക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ ഈ അന്വേഷിച്ച് നടക്കുന്നത് ഒരു കത്രികയാണ്. സംഭവം എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്ന സാധനമാണ്. എത്ര എന്താ പറയുക, എനിക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. എത്ര എന്താ പറയുക, സാവധാനം തിരക്കില്ലാണ്ട് ഒക്കെ ഞാൻ എന്ത് സാധനം പരതിയാലും എൻ്റെ കൺമുന്നിലിരിക്കുന്ന സാധനം ഞാൻ കാണത്തില്ല. അത് എന്ത് എന്താ പറയുക, അത് എന്ത് കഴിവാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കുറേ നടക്കും, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ തേരാപ്പാര ഞാനിങ്ങനെ നടക്കും, എന്നാലും ഞാനത് കാണത്തില്ല. എന്തോ എന്നെപ്പോലെ നിങ്ങൾ ചിലവർക്കും ഇങ്ങനത്തെ ഒരു അദൃശ്യമായ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഗോസ് മടക്കാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ നമ്മുടെ തുണിക്കടയിലെ ചേച്ചിമാരെ പോലെ ഞാൻ തുണിയൊക്കെ എന്താ പറയുക, ഇതൊക്കെ വെട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കണ്ടം മുണ്ടാണ് ആവുന്നത്. ഞാൻ എന്ത് ചെയ്താലും ഞാൻ അതിന് ഒരു പെർഫെക്ഷൻ ഇല്ല. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കാണുന്നവർക്ക് പക്ഷേ പ്രശ്നമായിരിക്കും. അങ്ങനെ എലി കരണ്ടതുപോലെയൊക്കെ ഞാൻ വെട്ടിപ്പറക്കി വച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് നമ്മൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 6 മാസം ആവുന്നേ ഉള്ളൂ. 6 മാസത്തിൽ എന്താ പറയുക, മാസത്തിൽ ഒരു തവണയാണ് ഇത് ചെയ്യുന്നത്. ഒരു മാസത്തേക്കുള്ളതാണ് ഈ കട്ട് ചെയ്യണതും എല്ലാം മടക്കുന്നതും എല്ലാം. അങ്ങനെ അതൊക്കെ എടുത്ത് മടക്കുകയാണ്. ഈ മടക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കൊരു ബായ് വന്നിട്ട് പറയുന്നത്, നമ്മുടെ പാൻട്രിയിൽ പുതിയൊരു കോഫി മെഷീൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഡെമോ കൊടുക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ചായ് പോയിൻറ്റിൻ്റെ ഒരു സംഭവമായിരുന്നു. നല്ല അടിപൊളി കോഫിയാണ് ഞാൻ കുടിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ചായ എല്ലാം കുടിക്കുന്നുണ്ടായിരുന്നു.